സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബിജെപിയിൽ പ്രതിസന്ധി രൂക്ഷം. രാജസ്ഥാനിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട 5 എംപിമാർ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. മോദിയുടെ അതൃപ്തിയാണ് സീറ്റ് നിഷേധിക്കപ്പെടാൻ കാരണമെന്ന് പ്രഗ്യാ സിംഗ് താക്കൂറും പ്രതികരിച്ചു. വിഷ്ണു തലവൂർത്തരും സമഗ്ര റിപ്പോർട്ട്. കാവ്യ, ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബിജെപിക്കകത്ത് വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാനിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എംപിമാരൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അത് പരസ്യമായി പോലും പ്രതിഷേധം രേഖപ്പെടുത്തുന്ന തലത്തിലേക്കാണ് രാജസ്ഥാനിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ NDA സംബന്ധിച്ചും ഒരു സീറ്റ് വിഭജനം അല്ലെങ്കിൽ ഇതുവരെ സീറ്റ് ധാരണ പല സംസ്ഥാനങ്ങളിലും അന്തിമ രൂപം നൽകാൻ കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഈ ഒരു സീറ്റ് ഷെയറിംഗ് കീറാമുട്ടിയിൽ തന്നെ BJPക്ക് നിൽക്കുകയാണ്. ബീഹാറിലും സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് BJP നേരിടുന്നത്. നേരത്തെ തന്നെ BJP ഒരു സീറ്റ് ഷെയറിംഗ് ഒക്കെ ഒരു അന്തിമ രൂപം നൽകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടത്തിയതെങ്കിലും ഇപ്പോഴും മഹാരാഷ്ട്രയും ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി തന്നെ BJPക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സീറ്റ് നിഷേധിക്കപ്പെട്ട എംപിമാരും ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇത്തരമൊരു സാഹചര്യം നേരിടുന്നത് കൊണ്ട് തന്നെ BJP കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സമ്മർദ്ദ നീക്കങ്ങളും അതോടൊപ്പം തന്നെ പരസ്യ പ്രതികരണങ്ങളും വിലക്കിക്കൊണ്ടുള്ള ചില നീക്കങ്ങളാണ് BJP ദേശീയ നേതൃത്വം നൽകുന്നത്. നിലവിൽ 16 സംസ്ഥാനങ്ങളിലെ 195 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് ഒരു അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടി BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി 6-ാം തീയതിയായിരിക്കും ചേരുക. ഈ 6-ാം തീയതി ചേരുന്ന യോഗത്തിൽ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ അന്തിമമായിട്ട് ആരൊക്കെയായിരിക്കണം സ്ഥാനാർത്ഥി എന്നതിൽ ഒരു തീരുമാനം 6-ാം തീയതി ഉണ്ടാകുമെന്നതാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചും ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ നീക്കം. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നാളെ കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരുന്നുണ്ട്. കേരളത്തിലടക്കം കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നിലവിൽ സിറ്റിംഗ് എംപിമാരൊക്കെ തന്നെ തുടരട്ടെ എന്നതാണ് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും സുനിൽ കനകുലു നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെയൊക്കെ മാറ്റാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ പല എംപിമാർക്കും അവർക്കൊരു വിജയസാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ് സുനിൽ കനകുലു നൽകിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയും അതിനുശേഷമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടക്കുക. വയനാട് സീറ്റിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും മൗനം തുടരുകയാണ്. അതോടൊപ്പം കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്നൊരു നിലപാട് സംസ്ഥാന KPCC അധ്യക്ഷൻ K. സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആലപ്പുഴയിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് തന്നെയാണ് KC വേണുഗോപാലും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നാളെ ചേരുന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ചയാകും.